നമ്മുടെ ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ ഭാരതാംബയെ BJPയും ഉപേക്ഷിച്ചു. അത് ഗവർണർക്ക് ഭയങ്കര തിരിച്ചടിയായി പോയി. BJPയുടെ ഏറ്റവും പുതിയൊരു പോസ്റ്ററിൽ, ഒരു പുതിയ പരിപാടിയുടെ പോസ്റ്ററിൽ ഭാരതാംബയില്ല. അത് അല്ലെങ്കിൽ ഗവർണർ രാജ്ഭവനിൽ വെച്ച ഭാരതാംബയില്ല, കാവിക്കൊടി പിടിക്കുന്ന ഭാരതാംബയില്ല, ദേശീയ പതാക പിടിക്കുന്ന ഭാരതാംബയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇന്ത്യയുടെ യഥാർത്ഥ ഭൂപടവും, ഇപ്പൊ ജമ്മു കാശ്മീരില്ലാത്ത ഭൂപടമൊക്കെ ഗൂഗിൾ പബ്ലിഷ് ചെയ്തപ്പോഴൊക്കെ നമ്മൾ ഭയങ്കര വിമർശനം ഉന്നയിച്ചല്ലോ. അപ്പോൾ ഗവർണർ രാജ്ഭവനിൽ വെച്ച ഭാരതാംബയുടെ ഭൂപടം അത് ഇപ്പോഴത്തെ ഇന്ത്യയല്ല, ഇന്ത്യൻ ഭരണഘടനയോ നമ്മുടെ സംവിധാനങ്ങളോ അംഗീകരിച്ച, റിപ്പബ്ലിക് അംഗീകരിച്ച ഇന്ത്യയുടെ മാപ്പ് ഭൂപടമല്ലല്ലോ ഗവർണറുടെ ഭാരതാംബയിൽ കാണുന്നത്. അത് പഴയ ഹിന്ദുസ്ഥാൻ മുഴുവനുണ്ട്, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മറ്റേ മറിച്ചെല്ലാം ഉൾപ്പെടുന്ന, അതിനെ നമുക്ക് തീവ്രമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നടന്ന സ്കൂൾ കുട്ടികളുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ നിന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത്. നമുക്ക് ആ സംഭവം അറിയാം. കുട്ടികൾക്ക് ആശംസ മാത്രം നേർന്നിട്ട് മന്ത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി പിന്നീട് പറഞ്ഞു, വേണേ കുട്ടികളെ ഞാൻ വിളിച്ചോണ്ടെങ്കിൽ പോരുമായിരുന്നു, അതിന്റെ മര്യാദ അല്ലാത്തത് കൊണ്ട് ഗവർണറുടെ അവിടെ നടക്കുന്ന പരിപാടിയല്ലേ. പക്ഷെ അതിനോട് യോജിപ്പില്ല. ഭരണഘടനാ വിരുദ്ധമാണ് ഗവർണർ ചെയ്തത്. ഭാരതാംബയുടെ നമ്മുടെ ഭരണഘടന അംഗീകരിക്കാത്ത അവിടെ ചിത്രവും വെച്ചിട്ട് രാജ്ഭവൻ എന്ന് പറയുന്ന ഒരു അധികാര സ്ഥാനത്ത്, സ്ഥിരാ കേന്ദ്രത്തിൽ വെച്ചിട്ട് അവിടെ പോയി നമ്മൾ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പണ്ട് കൃഷി വകുപ്പിന്റെ പരിപാടിയിൽ നിന്ന് മന്ത്രി പി പ്രസാദ് ആ പരിപാടി അവിടുന്ന് റദ്ദ് ചെയ്ത് അത് പുറത്ത് നടത്തിയതും സെക്രട്ടേറിയറ്റ് നടത്തിയതും നമ്മൾ കണ്ടതാണ്. അപ്പൊ ഗവർണറുടെ നിലപാടിനെ ഇപ്പൊ BJPയും തള്ളി പറഞ്ഞിരിക്കുന്നു. BJP പുറത്ത് വിട്ട പോസ്റ്ററിനകത്ത്, ആ പോസ്റ്റർ ഇവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത്, അതിൻ്റെ അകത്ത് കാവിക്കൊടിയില്ല, ദേശീയ പതാക. പിന്നെ ഭാരതാംബ, ഗവർണർ പറയുന്ന ഭാരതാംബയല്ല അതിലുള്ളത്. അതേപറ്റി ഗവർണർക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ ഗവർണർ ചെയ്തത് തികച്ചും ഭരണഘടന വിരുദ്ധമാണെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഇന്ത്യൻ ഭരണഘടന മനസ്സിലാക്കുന്ന ആർക്കും ബോധ്യപ്പെടും. എന്നിട്ടും ആ ചിത്രം അവിടുന്ന് എടുത്തു മാറ്റാൻ ഗവർണർ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു, പാഠ്യപദ്ധതിയിൽ ഹയർ സെക്കൻഡറി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് ഭരണഘടനയിൽ പറയുന്നത് എന്നതിനെ പറ്റി സിവിക് സിലബസിൽ പഠിപ്പിക്കാൻ പോവുകയാണെന്ന് കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി മന്ത്രി പറഞ്ഞു. അതും ഗവർണർക്ക് തിരിച്ചടിയായി. അപ്പൊ ഗവർണർ അതിനെപ്പറ്റി പ്രതികരിച്ചത് വളരെ കടുപ്പിച്ചിട്ടാണ്. മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിനെ വളരെ നിസ്സാരമായിട്ട് തന്നെ ശിവൻകുട്ടി അതിനെ നെഗേറ്റ് ചെയ്യുകയും ചെയ്തു, തള്ളിപ്പറയുകയും ചെയ്തു. കാരണം ഭരണഘടനയിൽ പിടിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത്. ഭരണഘടനയിൽ ഊന്നി നിന്നുകൊണ്ടേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഗവർണർ ചെയ്യുന്നത് അങ്ങനെയല്ല. ഭരണഘടനയ്ക്ക് പുറത്ത് ബാഹ്യശക്തികളുടെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഭാരതാംബയുടെ ചിത്രം അവിടെ കൊണ്ടുവച്ചത് നിയമവിരുദ്ധമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ, സർക്കാർ ഓഫീസിൽ അത് വെക്കാൻ പാടില്ല. ശിവൻകുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാനിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി, എൻ്റെ ക്യാബിനിൽ ഈ ഭിത്തിയിൽ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിൻ്റെ അല്ലെ പ്രധാനമന്ത്രിയുടെ പടം ഒക്കെ വെക്കുന്നത് പോലെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനിവിടെ മാർക്സിന്റെ, എംഗൽസിന്റെ, ലെനിന്റെയും സ്റ്റാലിന്റെയൊക്കെ ഫോട്ടോ ഇവിടെ കൊണ്ടുവച്ചിട്ട് എൻ്റെ ഓഫീസിലെ സ്റ്റാഫിനോട് അതിന് സല്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് അസംബന്ധമല്ലേ? ഒരു സർക്കാർ ഓഫീസിൽ, ഒരു മന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ കൊണ്ടുവയ്ക്കുന്നത്. പാർട്ടി വേറെ, സർക്കാർ വേറെ. അത് ഗവർണർ പാലിക്കണ്ടേ? ഭാരതാംബയുടെ പടം ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിന് പോയി നമസ്കരിക്കണം, അതിൽ നിലവിളക്ക് കൊളുത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാപരമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്ക് അത് ചെയ്യാൻ കഴിയത്തില്ല, അതിൽ പങ്കെടുക്കാൻ പോലും കഴിയത്തില്ല, അത്തരം ഒരു ചടങ്ങ്. അതുകൊണ്ടാണ് ശിവൻകുട്ടി ഇറങ്ങിപ്പോയത്. അദ്ദേഹം അത് ന്യായീകരിക്കുകയും ചെയ്തു. അതിന് വലിയ സ്വീകാര്യത കിട്ടി. കാരണം ശിവൻകുട്ടിയുടെ ഇടപെടൽ, ഈ ഒരു പ്രതികരണം വളരെ നന്നായി എന്ന പൊതു അഭിപ്രായം. അതിന് പിന്നാലെയാണ് BJP ഗവർണറുടെ ഭാരതാംബ ചിത്രവും ഉപേക്ഷിച്ചത്. വേണ്ടെന്ന് വെച്ചിട്ട് ഈ നമ്മുടെ ഭരണഘടന മാനിക്കുന്ന, ത്രിവർണ പതാക പിടിക്കുന്ന, എന്താ പറയുന്ന ഭാരതമാത എന്ന സങ്കല്പമോ എന്തോ ആവട്ടെ, അല്ലെ ഭാരതാംബ എന്തോ ആവട്ടെ, അത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് നിരക്കുന്ന രീതിയിൽ അത് അങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കാൻ BJP എന്തുകൊണ്ട് തയ്യാറായി? അത് ഗവർണർ കാണുന്നുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചു, 5.5 കൊല്ലം ഇവിടെ ഇരുന്ന് പാരവെടുത്തിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ബീഹാറിലേക്ക് പോയി, ബീഹാറിൽ നിന്ന് ഇദ്ദേഹം ഇങ്ങോട്ട് വന്നു.
തുടക്കത്തിൽ ഹണിമൂൺ കുഴപ്പമില്ലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടും ഒക്കെ വളരെ നല്ല ഊഷ്മളമായ ബന്ധം ഗവർണർ ആർലേക്കർ സ്ഥാപിച്ചു. ഗവർണറെ കാണാൻ മുഖ്യമന്ത്രി പോയി, മന്ത്രിമാർ പോയി. രാജ്ഭവനിൽ മുഖ്യമന്ത്രിയെ കാണാൻ പിറന്നാൾ ദിവസം ഗവർണർ ക്ലിഫ് ഹൗസിലേക്ക് വരുന്നു, പിറന്നാൾ സമ്മാനം കൊടുക്കുന്നു. അങ്ങനെ വളരെ ഊഷ്മളമായ ഒരു നല്ല സൗഹൃദ അന്തരീക്ഷത്തിലാണ് പുതിയ ഗവർണറുടെ നാളുകൾ ഇവിടെ തുടങ്ങിയത്. പിന്നീട് ഡൽഹിയിൽ ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോയി യാദൃശ്യമായിട്ട് അങ്ങനെ കേരള ഹൗസിലെ ഗവർണറുടെ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രി അവിടെ എത്തുന്നു. കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ്, അതുപോലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അതിൽ പങ്കെടുക്കുന്നു. ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. അതിന് വലിയ രാഷ്ട്രീയ മാനം കൊടുക്കാൻ മാപ്പറകൾ മത്സരിച്ചു. യാദൃശ്യമായിട്ട് സംബന്ധിച്ചൊരു മീറ്റിംഗ്, അതൊരു പക്ഷെ ഒരു വാംത് ഒരു ഊഷ്മളമായ ഒരു അന്തരീക്ഷത്തിൽ അതൊക്കെ നടന്നപ്പം നമ്മൾ കരുതിയത് ഇനി ആരിഫ് മുഹമ്മദ് ഖാന്റെ തലവേദനയില്ല, ഇദ്ദേഹം ആളുകൊള്ളാം, RSS ആണെങ്കിലും മറ്റേ RSS ആണെന്ന് തെളിയിക്കാൻ വരികയായിരുന്നു കോൺഗ്രസിൽ നിന്ന് വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷെ ഇവിടെ ആർലേക്കർ കൈന്റെ ആവശ്യമില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ മുമ്പേ അപ്പൊ തന്നെ കാക്കി നിക്കറിട്ട് ശാഖയിൽ പോയ ആളാണ്. തനി കറകളഞ്ഞ തനി RSS ആണ്, സംഘിയാണെന്നുള്ളത് പ്രഖ്യാപിതമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് സംഗീതം തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗവർണർ പദവിയിൽ അദ്ദേഹം മാന്യമായിട്ട് പെരുമാറുമൊക്കെ ചെയ്യുമെന്നൊക്കെ കരുതിയിരുന്ന് 1, 2, 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവം തകിടം മറിഞ്ഞു. ഇതിലെ കേരള സർക്കാരാണോ ഉത്തരവാദി, പിണറായി സർക്കാരാണോ? അല്ല. പ്രശ്നങ്ങൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ഗവർണർ തന്നെ ഭാരതാംബയുടെ ചിത്രം കൊണ്ട് രാജ്ഭവന്റെ വലിയ ഭിത്തിയിൽ ഒട്ടിച്ചപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ്. എന്നിട്ട് ഇപ്പം ബില്ലുകൾ ഒപ്പിടാതെ വൈകിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത അതേ പരിപാടികൾ ആർലേക്കറും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ സംശയിക്കുന്നത് ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെ പിണറായി സർക്കാരും ഗവർണറുമായിട്ട്, പുതിയ ഗവർണറുമായിട്ട് വളരെ ഊഷ്മളമായ ഒരു ബന്ധം തുടക്കത്തിൽ വന്നപ്പോൾ അത് സുഖിക്കാത്ത ചില സംഘപരിവാറുകാർ ഇവിടെയുണ്ട്. ആ സംഘപരിവാർ രാജ്ഭവനിൽ ഗവർണറുടെ ഓഫീസിലും ഇരുന്ന് പണിയെടുക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് പാലം പണിയുന്ന ഈ ഗവർണറുടെ ഓഫീസുമായി സംഘീയമായിട്ട് പാലം പണിയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരു ഹാർമണി വേണ്ട, ഒരു നല്ല ഊഷ്മള ബന്ധം വേണ്ട, സർക്കാരും രാജ്ഭവനും തമ്മിൽ ഇത് കുളവാക്കണം, ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതുപോലെ ചെയ്യിക്കണം. അങ്ങനെ വല്ല നിർദ്ദേശവും അങ്ങനെ വല്ല നീക്കവും ഇതിന്റെ പിന്നിൽ നടന്നോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു പ്രകോപനവുമില്ലാതെ ഗവർണർ എന്തുകൊണ്ട് ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ വരെ, ചടങ്ങുകൾ വരെ രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്നു? അതിൽ മന്ത്രിമാർ പങ്കെടുക്കണമെന്ന് പറയുന്നു, അല്ലെ അവർ അതിന് മാനിച്ചിട്ട് ഭാരതാംബയെ സല്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നു, അല്ലെ അവിടെ നിലവിളക്ക് തെളിയിക്കണമെന്ന് പറയുന്നു. അപ്പൊ ഇതിന് പിന്നിൽ എന്തോ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിൽ നിന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, പിണറായി സർക്കാരിന്റെ അവസാന വർഷം, ഇനി 1 വർഷം കൂടെ ഉള്ളൂ. 1 വർഷത്തിനുള്ളിൽ അടുത്ത ഏപ്രിൽ ആകുമ്പം ഇലക്ഷൻ നടക്കണം. അപ്പൊ ഇനി 1 വർഷം കഷ്ടിച്ച് വരുന്നില്ല. അപ്പോ ഈ 1 വർഷം, ഈ അവസാന വർഷം ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് രാജ്ഭവനും കേരള സർക്കാരും പിണറായി സർക്കാരും പോകുമോ, ഏറ്റുമുട്ടുമോ എന്നൊരു വലിയ ആശങ്ക ഇവിടെ ഉടലെടുത്തിരിക്കുന്നു. അത് ഗവർണർ ഏകപക്ഷീയമായിട്ടുണ്ടാക്കിയ പ്രശ്നമാണ്. സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യാനൊന്നും പോയിട്ടില്ല. എന്നിട്ടും സംസ്ഥാന സർക്കാർ ആദ്യമൊക്കെ സംയമനം പാലിച്ചു. തീരെ സഹിക്കാതെ വന്നപ്പോഴാണ് കൃഷി മന്ത്രി പി പ്രസാദ് പ്രതികരിച്ചത്. അതിനുശേഷം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. അപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായ പ്രൊവോക്കേഷനാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ. അത് തിരുത്തേണ്ടത് രാജ്ഭവൻ തന്നെയാണ്, അല്ലാതെ പിണറായി സർക്കാരല്ല. അത് തിരുത്തിയിട്ട് സർക്കാരുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ ഗവർണർ പോകാൻ തയ്യാറാവണമെന്നാണ് ലെഫ്റ്റനന്റ് പോലീസിന് പറയാനുള്ളത്.